ഇതുപോലെ നല്ല കാകൾ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ തക്കാളിക്ക് നമ്മൾ എന്ത് വളവാ കൊടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള തക്കാളി വേണമെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ തക്കാളി നിറച്ചും പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ ചെറിയ പൂക്കൾ ഇത് കണ്ടോ, പിന്നെ ചെറിയ കാകളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ തക്കാളിക്ക് നല്ല വലുപ്പം വെക്കാനും ഇല കാണാതെ കായ്ക്കാനും ഞാൻ കൊടുക്കുന്ന ചില മരുന്നുകൾ, ടിപ്സുകൾ അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടോ, കുഞ്ഞു കാകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ കുറച്ച് താമസിച്ചു കേട്ടോ മരുന്ന് ഇതിന് വളം കൊടുക്കാൻ. കാരണം എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് താമസിച്ചു. കാരണം ഇത് എന്നിട്ട് വേണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ നേരത്തെ കൊടുത്തേനെ. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനത്തെ കുറച്ച് വലിപ്പമുള്ള ഇങ്ങനെ മൂത്ത തണ്ടുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ ഇതാണ്ട് ഇതുപോലെ അങ്ങോട്ട് മൂത്ത ഇലകള് കണ്ടോ, മൂത്ത ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാത്ത. ഇവിടെ അത്യാവശ്യം നല്ല മഴ ഇപ്പൊ പെയ്തിട്ടോ. അപ്പൊ വീഡിയോ എടുക്കാൻ 2-3 പ്രാവശ്യം ഞാൻ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്തതാണേ. പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് മഴ പെയ്യും, പിന്നെ അകത്തോട്ട് പോകും. അപ്പോൾ വേണ്ട നമ്മൾ ഇങ്ങനെയുള്ള നല്ല ഈ വലിയ ഇലകൾ കേട്ടോ, മൂത്തിട്ടുള്ള ഇലകളെല്ലാം നമ്മൾക്ക് കട്ട് ചെയ്യാം. വേണ്ട കണ്ടോ, ഇതുപോലെ അടിയിൽ നമുക്കൊരു 4 ചൂട് തക്കാളി മതി. ഇഷ്ടം പോലെ നമ്മൾക്ക് കാകളുണ്ടാകും. ഇത് ഈ തക്കാളിയൊക്കെ എടുത്ത് നമ്മൾ മൂത്തിതെല്ലാം പറിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെട്ടിക്കൊടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവരും എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ കൊടുക്കുന്ന വളപ്രയോഗം നമ്മുടെ ആദ്യത്തെ 2 വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇല പോലും കാണാതെ എനിക്ക് തക്കാളി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടിപ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം. ഇത് കണ്ടോ, ഇപ്പം നമുക്ക് വലിയ വെയിറ്റ് വലിപ്പം ഇതുപോലെ ഒരു കോല് നമ്മളൊരു ഇങ്ങനൊരു നാട്ട കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ സപ്പോർട്ടിൻ്റെ കൊമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഇതാണ്ട് അത്യാവശ്യം ഇപ്പം ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും കട്ടിയുള്ള എല്ലാ ഇലകളും ഞാനിങ്ങനെ നല്ല മൂത്ത ഇലകളെല്ലാം ഞാൻ ഇതേണ്ട കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പം ഇത്ര നമുക്ക് ഇങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ ഇലകൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമുക്കപ്പോൾ ഈ മൂത്ത ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, കാകളൊക്കെ കണ്ടോ, നല്ല വലുപ്പമുള്ള കാകളാണ്. നല്ല കുഞ്ഞ് ചെടി, വലിയ പ്രായമുള്ള ചെടികളൊന്നും അല്ല കേട്ടോ ഇത്. നല്ല കാകൾ ഞാൻ വളം കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് മാത്രമാണ് ഇങ്ങനെ. അപ്പോൾ വേണ്ട കാകളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. നിറച്ചും പൂക്കൾ കണ്ടോ, നമുക്ക് എത്രമാത്രം കാണാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് ദൂരമാണ്. ഇത് കണ്ടോ, പൂക്കൾ കുഞ്ഞ് നല്ല വൃണ്ട കാകളാട്ടോ വരുന്നത്. ഞാൻ അടുത്തുനിന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, പൂക്കളൊക്കെ കണ്ടോ, നല്ല പൂക്കളായിട്ടുണ്ട്. എല്ലാം കായകനപ്പ് പൂക്കളൊന്നും നമ്മളിങ്ങനെ വളം കൊടുക്കുമ്പോൾ ഇത് പൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ. ഞാൻ അധികം ഈ ഒരൊറ്റ വളം മതി, ഞാൻ അധികം വെള്ളമൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഈ ഒരൊറ്റ വളപ്രയോഗം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മളിങ്ങനെ സാധാരണ കേടിനൊക്കെയുള്ള ഈ തണ്ട് ചെയ്യാതൊക്കെയുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഇലകളുടെ വീതി കണ്ടോ, ഞാനിത് കള്ളം പറയുവല്ല കേട്ടോ. ഇലകളുടെ വീതിയൊക്കെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. നോക്കിക്കേ, കണ്ടോ, ഇതുണ്ടോ കുഞ്ഞു പൂക്കളിലെല്ലാം കുഞ്ഞു കുഞ്ഞു തക്കാളി ആയിട്ടോ. ഇച്ചിരി താമസിച്ച വളപ്രയോഗത്തിന് അതിന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത്ര ഇല ഞാനിത് വെട്ടിയെടുത്തു. കണ്ടോ, മൂത്ത ഇലകളാണ്. അപ്പം ഞാനിത് ആഴ്ചക്കാഴ്ച ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. പക്ഷേ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തിയിരുന്നതാട്ടോ. ഇനി നമുക്കിനി അടുത്തൊരു പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചോറൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ കാണിച്ചു അതാണ്ട് നമ്മൾ ഇങ്ങനെ അടിയൊക്കെ ഒന്ന് കണ്ടോ, മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല നമ്മുടെ തക്കാളിക്കൊക്കെ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. കണ്ടോ, ഇതൊക്കെ ഞാൻ ആദ്യം ഇളക്കിയിട്ടിരുന്നതാണ്. ഇനി വളമൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതെല്ലാം ഇളക്കിയിട്ടിരുന്നു. ഇത് കണ്ടോ, അതേപോലെ നമ്മൾ നമ്മുടെ എല്ലാ തക്കാളിയിലും ചുവട്ടിലുള്ള മണ്ണുകളൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വേരെന്ന് വെച്ചാൽ വേരൊന്നും പൊട്ടിപ്പോകരുത്, നല്ല ഒന്ന് ഇളക്കിയാൽ മതി. വേരൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടുകയില്ല. ഇത് കണ്ടോ, അതുപോലെ എൻ്റെ എല്ലാ തക്കാളിയുടെ ചുവട്ടിലും ഞങ്ങൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഒരു 10 ചോടോളേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത്രയൊന്നും വേണ്ട. ഒരു 4 ചോടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടത്തിന് പുറത്തുനിന്ന് തക്കാളി വാങ്ങാം. അപ്പോൾ ഇതുപോലെ നല്ല വലുപ്പമുള്ള തക്കാളി കായ്ക്ക് കണ്ടോ, നല്ല വലുപ്പം ഉണ്ടാകാനും ഒന്ന് പൊട്ടി ഒന്നും കീറാതെ നല്ല രീതിയിൽ വളരാനുള്ള ഒരു വളപ്രയോഗം, ഒരു ടിപ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഒരു വേസ്റ്റ് പാത്രം, ഞാനിതെൻ്റെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുറവാണ്. ഞാനിത് കൃഷിക്ക് എടുക്കുന്ന ഒരു മുറവാട്ടോ പഴയത്. ആദ്യം നമ്മൾ അതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയാണ്, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കിച്ചൺ കമ്പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് വെയിലില്ലാത്തതുകൊണ്ട് ഉണക്കിയെടുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല.
ഇത് രണ്ടും കൂടെ ഒന്ന് ഇത് രണ്ടും മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചൺ വേസ്റ്റും കമ്പോസ്റ്റ് ആട്ടോ അതും നമ്മൾ ചാണകപ്പൊടിയും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേപ്പിൻ പിണ്ണാക്കാട്ടോ നമ്മുടെ തണ്ട് ചീയലിനും വേര് ചീയലിനും എല്ലാം നമ്മുടെ വാട്ടരോഗത്തിനൊക്കെ വളരെ ഫലപ്രദമാണിത്. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ ഇത്രയും ഇത് കണ്ടോ, നമ്മൾ വിറക് കത്തിച്ച് ചാരം എടുത്തിരിക്കുന്നത് കേട്ടോ. കൂടുതൽ എടുക്കരുത്. താണ്ട് ഈ ഒരു ചിരട്ടയ്ക്ക് 1 ചിരട്ട ചാരം മാത്രം മതി. കാരണം ചാരം ഇട്ട് കൊടുത്താൽ നമ്മുടെ തക്കാളി കാകൾ കണ്ടോ നല്ല വലുപ്പം വെക്കും. നമ്മുടെ ചാരത്തിൽ പൊട്ടാസ്യം ഉണ്ട്, അപ്പം നല്ല വലുപ്പം നമ്മുടെ കാകൾക്ക് വെക്കും. ഇതിനെ പൊട്ടിക്കീറും ഒന്നുമില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ചെയ്യാറുള്ളൊരു വളപ്രയോഗം എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഇങ്ങനെ 1 സ്പൂണ് ചാരം നമ്മുടെ തക്കാളിയുടെ വേരെ മുട്ടിച്ചിട്ടല്ല കേട്ടോ, തണ്ടേ മുട്ടിക്കരുത്, ചൂട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ, അധികം ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എൻ്റെ കുഞ്ഞുപെണ്ണാണ് മേളിൽ കിടന്ന് ഇങ്ങനെ വിളിക്കുകയാണേ. അപ്പോൾ സ്കൂൾ ലീവായില്ലേ, അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ കളിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴേ അവിടെ കിടന്ന് ഭയങ്കര സന്തോഷത്തിൽ കളിക്കുക. ഇത് കണ്ടോ, ഇവിടെ നല്ല മഴയായതുകൊണ്ട് പെട്ടെന്ന് അകത്ത് കയറി പോകാൻ കേട്ടോ. മഴ ഒന്ന് പെയ്യും പിന്നെ നിൽക്കും പിന്നെ പെയ്യും അങ്ങനെ തന്നെ. ഇത് കണ്ടോ, എല്ലാവരും ഓണമൊക്കെ ഉടൻ വരെ എത്തി, എല്ലാവർക്കും ഓണക്കൂടിയൊക്കെ എടുത്തില്ലേ. അപ്പോൾ സന്തോഷമായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കുക കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തക്കാളിയുടെ ചൂടൊക്കെ നന്നായിട്ട് ഒന്ന് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, ഇളക്കി കൊടുത്തിട്ടുണ്ട്, മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഓരോ ചെടിയുടെ ചുവട്ടിലോട്ടിടാം. അപ്പം ഞാനിത് കാണിക്കാൻ ഇതിലൂടെ എൻ്റെ പച്ചമുളക് കണ്ടോ, ഇത് കണ്ടോ, കുഞ്ഞിതൊക്കെ കണ്ടോ പൂവിട്ട് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം മുമ്പിട്ടിരുന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മരുന്നുകൾ വളപ്രയോഗമൊക്കെ കണ്ടോ. നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഒന്നും കൊടുക്കണ്ട, കുറേശ്ശെ കൊടുത്താൽ മതി, തണ്ടയിലൊന്നും തട്ടിക്കണ്ട. നമ്മൾ വേപ്പിൻ പിണ്ണാക്കം ഉള്ളത് കൊണ്ട് നമുക്കറിയാലോ, വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനൊന്നും അധികം വിശദമായിട്ട് പറയുന്നില്ല കേട്ടോ. നമ്മൾ തണ്ടേ തട്ടാതെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ. അപ്പം നമ്മൾ എല്ലാം ഞാൻ പുല്ല് കമ്പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ചെയ്ത സൂപ്പറാട്ടോ, നല്ലൊരു വളമാണ്. നമ്മൾ കരികലും പുല്ലൊക്കെ കിട്ടും നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ ഇതാണ്ട് നമ്മുടെ എല്ലാ തക്കാളിയുടെ എല്ലാ ചൂടുകളിലും ചൂടോട് മുട്ടിക്കാതെ നിന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറച്ച് പേർക്കും കമൻറ്റ് മുഖേന അറിയിക്കുന്നുണ്ട്, അവരിങ്ങനെ ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയെന്നൊക്കെ. അതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കത് കേൾക്കാൻ ഒത്തിരി സന്തോഷമല്ലേ. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാട്ടോ ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇവിടെ മഴയും കാലാവസ്ഥ ഭയങ്കര മോശമാണ്. ഇതാണ്ട കണ്ടോ കുഞ്ഞ് ഇത് കണ്ടോ, തക്കാളിയുടെ വലുപ്പം കണ്ടോ. സാധാരണ നമ്മൾ കുഞ്ഞ് തക്കാളി ആവത്തുള്ളൂ. ഇത് കണ്ടത് ഉണ്ടാകുമ്പോൾ തന്നെ കണ്ടോ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് കണ്ടോ, നിറച്ചും പൂക്കൾ കണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ തക്കാളിയുടെ പ്രത്യേകത. വളപ്രയോഗത്തിൻ്റെ ആട്ടോ, തക്കാളിയുടെ അല്ല, നമ്മൾ വളപ്രയോഗത്തിൻ്റെ. ഇതിൽ ചൂട് കച്ചോലം ഉണ്ടായിരുന്നു, അപ്പോൾ അതാ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കച്ചോലം അറിയാലോ, എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഞാൻ കച്ചോലം എന്ന് ഇവിടെ പറയുന്നത്, എനിക്ക് എൻ്റെ ശരിക്കും എങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ഇത് കണ്ടോ, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കച്ചോലം. ഇതാണ്ട് കണ്ടോ, ഇത് നിങ്ങളുടെ തക്കാളിക്ക് ഞാനിപ്പോൾ ഇത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് 1 ആഴ്ച മുമ്പ് കൊടുക്കേണ്ടിയില്ല. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതിയിട്ട്. നമ്മുടെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ തക്കാളി പറിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതിഷ്ടം പോലെ തക്കാളി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഒരു ചൂടിന് തന്നെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല, ഒരു 2-2.5 കിലോയോളം തക്കാളി ചെറിയ ഓരോ ചൂടിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചൂട് തക്കാളിന് അതാണ് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കി അറിയാം. ഞാൻ ഒരു പാത്രം നിറച്ചും ഓരോ ചൂടിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നത് കാണിച്ചിട്ടുണ്ട്. അത് കുറച്ച് പഴയ വീഡിയോ കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം വേറെ ഒന്നും വളപ്രയോഗം പോയിട്ട് ഞാൻ വേറെ വളമായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ അടുക്കള കമ്പോസ്റ്റും
ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും പിന്നെ ഒരു ചിരട്ട ചാരവും മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ തക്കാളിക്ക് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മറ്റുള്ള ചെടികൾക്കും കൊടുക്കാം. പക്ഷെ അളവ് കുറച്ചിട്ടോ. ഞാനിപ്പോൾ തക്കാളിക്ക് വേണ്ടി എടുത്തതാ. മറ്റുള്ള പച്ചമുളകിനൊക്കെ നമ്മൾ ആദ്യം നിന്ന് വളപ്രയോഗം ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് അത് അനുഭവിച്ച ഉടനെ തന്നെ കാണാം കേട്ടോ.